ഒക്കെ ഇപ്പൊ കടവത്തൂർ പ്രഭാഷണത്തിലൊക്കെ അങ്ങനെയല്ലേ പറയണേ, നമ്മള് ജിന്നുകളുടെയും മലക്കയുടെയും കഴിവിനപ്പുറത്തുള്ള അങ്ങനെ പറയുന്നുണ്ട്. 4-5 പറയുന്നുണ്ട്. നമ്മള് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ജമിയത്തുലമയൊക്കെ കൂടി തീരുമാനിച്ചോട്ടെ. നമ്മള് പറയുന്നത് നമ്മളിപ്പോ പണ്ടേ പറയും പോലെ അങ്ങനെ പറഞ്ഞു പോകും. പറയുന്ന പോലെ പറഞ്ഞോട്ടെ. പിന്നെ എന്തെങ്കിലും പ്രശ്നമാകുമ്പോക്കെ അതിന്റെ കൂടിയാലോചന സമിതികളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടുന്ന് കൂടിയാലോചിച്ച് അവർ തീരുമാനിക്കുമ്പോലെ നോക്കാം നമുക്ക്. ഈ ഡോക്ടർ ദുബൈറി പറഞ്ഞ ഒരാൾ ഇവിടെ ഇറക്കിയതാണ്. അത് കണ്ടപ്പോ കുറച്ച് ആളുകൾ പേടിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ തന്നെ അങ്ങനെ പറയുമ്പോ ഏതായാലും ഉണ്ടാവും വിചാരിച്ചിട്ട്. വളരെ വ്യതിചലിച്ച ചിന്തകളാണ്. ചിന്ത അപ്രായോഗികമാണ്. വ്യതിചലിച്ചതെന്ന് മാത്രമല്ല അപ്രായോഗികമാണ്. അത്ര അവരങ്ങനെ പറയട്ടെ. സമ്മേളനമൊക്കെ കഴിയട്ടെ. സമ്മേളനത്തില് ചർച്ച ഉണ്ടാവോ? അതുണ്ടാകാൻ സാധ്യതല്ല. അതിപ്പോ 4-5 ആളൊക്കെ പരിപാടിയല്ലേ. അതിനിപ്പോ അത്ര വലിയ പ്രാധാന്യം അല്ല. പിന്നെ അത് ആപൽക്കരമായി വരികയാണെങ്കിൽ അപ്പൊ നോക്കാന്ന് മാത്രം. കടവത്തൂരിലെ പ്രഭാഷണത്തില്, അതായത് കേരളത്തിൽ ഈ വിഷയങ്ങൾ അറിയാത്തോല് ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇന്ന് സീറിനെ പറ്റി അവർ കേരളമെന്ന് പുറത്തു പോകേണ്ടിയാണെന്നൊക്കെ പറഞ്ഞോട്ടെ. എന്നമ്മാരുണ്ടാക്കിയ കേന്നമ്മ ഇങ്ങനെ ഓതാൻ പോണവരുണ്ടാക്കിയൊന്നല്ലല്ലോ. ഓതാൻ നടക്കണ കുറെ മൗലവിമാരുണ്ടാക്കിയൊന്നല്ലല്ലോ കേന്നമ്മ അറിയുന്ന സാധാരണക്കാരായ ആളുകൾ സമരത്തിലുണ്ടാക്കിയതാണ്. അതിലിപ്പോ കുറെ കാലം കഴിഞ്ഞ് എന്തെങ്കിലും ഓടിപ്പടിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചു വരുന്ന ആളുകൾ ഞങ്ങളാണ് കേന്നമ്മ മറ്റവരൊക്കെ പുറത്തു കൊണ്ടിരുന്ന അതൊന്നും ഇപ്പൊ നടക്കൂല. അതൊന്നും അതൊക്കെ പിന്നെ പറയുന്നവർക്ക് ഇപ്പൊ എന്താ പറയാലോ. ഇപ്പം അണ്ടിയോടെ അടുക്കുമ്പോൾ അറിയ മാങ്ങയുടെ പുളി അറിഞ്ഞ മാതിരിയാണ്. അത് അതിന്റെ അടുത്തെത്തുമ്പോഴേ അറിയുള്ളൂ.